എല്ലാവർക്കും നന്മകൾ നേരുന്നു. വിജ്ഞാനവും വിനോദവും എന്ന ഈ ചാനലിൽ നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അവയെല്ലാം മറ്റുള്ളവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ അധികം സെലക്ട് ചെയ്തിട്ടുള്ളത്. ആരുടെയും വിശ്വാസത്തെയും വികാരങ്ങളെയും വ്രണപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാറില്ല. ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അതുപോലുള്ളൊരു വിഷയമാണ്. അതായത് തെറ്റിദ്ധരിക്കപ്പെട്ട പ്രത്യയശാസ്ത്രം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ലോകത്തെ ഏകദേശം 4000-ഓളം വ്യത്യസ്ത മതങ്ങളും ആത്മീയ വിഭാഗങ്ങളുമുണ്ട്. പല മതങ്ങളും ചരിത്രത്തിൽ അന്യം നിന്ന് പോയിട്ടുമുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മതങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്കും സാമൂഹികമായിട്ടുള്ള നല്ല സഹവർത്തിത്വത്തിനും നല്ല മികച്ചമായിട്ടുള്ള പെരുമാറ്റത്തിനും ഒക്കെ ഊന്നൽ നൽകുന്ന മതങ്ങളാണ്. ആ മതങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർ പരസ്പരം പോരടിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. ലോകത്തെ എല്ലാ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മതം എന്നുള്ളത് ഇസ്ലാമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കതിനെക്കുറിച്ച് പരിശോധിക്കാം. എന്തെല്ലാം തെറ്റായ കാര്യങ്ങളാണ് ഇസ്ലാമിലുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കേവലം വിമർശനങ്ങൾ മാത്രമാണോ, അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നോക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് മനസ്സിലാക്കുന്നു. ഇന്ന് ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും പറയാത്തൊരു നേരമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ തെറ്റായ എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട് എന്നുള്ളത് പരിശോധിക്കാൻ അല്ലെങ്കിൽ അറിയാൻ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് തീവ്രവാദം, ഭീകരപ്രവർത്തനം, ക്രൂരത, അസഹിഷ്ണുത, അപരിഷ്കൃതമായിട്ടുള്ള നിയമങ്ങൾ, സ്ത്രീവിരുദ്ധം, ദേശവിരുദ്ധം തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഇസ്ലാമിലെ ജിഹാദ്, ഹിജാബ്, ഹലാൽ ഭക്ഷണ രീതി, ഇതര സമൂഹങ്ങളോടുള്ള സമീപനം, അതുപോലെ മതം മാറ്റം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ധാരാളം അറിയേണ്ടതുണ്ട്, അറിയാൻ ആഗ്രഹമുണ്ട്. അതേപറ്റിയാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നതിന് കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് ഇസ്ലാമോഫോബിയ എന്ന പദം. ഇസ്ലാമിനോടോ മുസ്ലിങ്ങളോടോ ഉള്ള മുൻവിധിയും ഭയവും വിദ്വേഷവുമാണ് ഇസ്ലാമോഫോബിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുകയും അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രതിഭാസമാണത്. 1980-കളുടെ അവസാനത്തിൽ രൂപം കൊണ്ട ഈ പദം 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷമാണ് ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഇസ്ലാമോഫോബിയ പ്രധാനമായും പ്രകടമാക്കുന്നത് താഴെ പറയുന്ന മേഖലകളിലാണ്. പ്രധാനമായിട്ട് പൊതു ഇടങ്ങളിൽ മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കുന്ന ഒരു സമീപനം, തൊഴിലിടങ്ങളിൽ മാറ്റി നിർത്തുന്നത്, അതുപോലെ അവരുടെ വസ്ത്രരീതിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, ഇതെല്ലാം ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് നടക്കുന്ന കുറേ പ്രശ്നങ്ങളാണ്. അതുപോലെ മാധ്യമങ്ങളിലും രാഷ്ട്രീയത്തിലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അക്രമികളായിട്ടും തീവ്രവാദികളായിട്ടൊക്കെ സാംസ്കാരികമായി യോജിച്ച് പോകാൻ കഴിയാത്തവരൊക്കെ ആയിട്ട് ചിത്രീകരിക്കൽ, അതുപോലെ നിയമവ്യവസ്ഥയിൽ അവർക്ക് പ്രത്യേകം പരിഗണന ഇല്ലാതെ അല്ലെങ്കിൽ നീതി ലഭിക്കാത്ത അവസ്ഥ, അവരെ സംശയ ദൃഷ്ടിയോട് കൂടിയിട്ട് നോക്കുന്ന സമീപനം, അതുപോലെ യാത്രാവിലക്കുകൾ, വിവേചനപരമായിട്ടുള്ള നിയമങ്ങൾ, ഇതൊക്കെ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയ വിപത്തുകളാണ്. ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ബോധപൂർവമായിട്ടുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് എല്ലാ വർഷവും മാർച്ച് 15 അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ലോകത്ത് ഇസ്ലാമോഫോബിയ വളരെ വ്യാപകമായിട്ട് അവർ നടപ്പിലാക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതനും ചിന്തകനുമായിരുന്ന മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് തൻ്റെ അനുഭവം പറയുന്നത് ഇങ്ങനെ: ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നമസ്കാരത്തിൻ്റെ സമയമായി. ഞങ്ങളെല്ലാവരും കൂടി ബാങ്ക് കൊടുത്ത് ചുരുങ്ങിയ നിലയിൽ ജമാഅത്തായി നമസ്കരിച്ചു. ഞങ്ങളുടെ അരികിൽ ഒരു പട്ടാള ഓഫീസറായിട്ടുള്ള ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അല്പസ്വല്പം വിവരമുള്ള ആളുകളാണല്ലോ ഇത്തരം ആളുകൾ. അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അദ്ദേഹം ചോദിച്ചു: മൗലാന, നിങ്ങൾക്കെന്താണ് അക്ബർ ചക്രവർത്തിയുമായിട്ടുള്ള ഇത്ര ബന്ധം? നമസ്കാരത്തിനിടയിൽ ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അക്ബർ ചക്രവർത്തിയാണ് അള്ളാഹു എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഈ രീതിയിൽ തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്ന ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. തെറ്റായ ധാരണ മാത്രമല്ല, അതിലൂടെ ശത്രുതയും വെറുപ്പും ഒരു സമൂഹത്തിനെതിരെ
പുലർത്തിപ്പോരുന്ന ധാരാളം പേര് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിന് പല കാരണങ്ങൾ കാണാം. അതിലാദ്യത്തേത് രാഷ്ട്രീയം, അധികാരം എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു വിഭാഗത്തെ പൊതുശത്രുക്കളായി കാണിച്ച് മറ്റുള്ള വിഭാഗങ്ങളെ ഒന്നിച്ച് ചേർത്ത് ഒരു രാഷ്ട്രീയ മുന്നേറ്റം കൊണ്ടുവരിക എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ നാട് മതത്തിൻ്റെ പ്രശ്നങ്ങളേക്കാൾ നമ്മുടെ നാട് അഭിമുഖീകരിച്ചിട്ടുള്ളത് ജാതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വിവിധ ജാതികളായിട്ട് നിന്നിരുന്നവരെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു പൊതു ശത്രുവിനെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതൊരു നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയായിട്ട് അവർക്ക് സ്വാഭാവികമായിട്ടും തോന്നാം. എന്തായാലും ഇത്തരം തെറ്റായ ധാരണകളിലൂടെയാണ് നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളും നമ്മുടെ ചരിത്രങ്ങളൊക്കെ വികൃതമാക്കി മുസ്ലിങ്ങൾ അവരുടെ ചരിത്രം എന്നുള്ളത് അക്രമത്തിലൂടെ കയറി വന്നവരായിട്ടും അവരുമായിട്ട് ഒരു സഹവർത്തിത്വവും സാധ്യമല്ലാത്ത രീതിയിലാണ് ഇസ്ലാമോഫോബിയയുടെ മറപിടിച്ച് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ദേശം, നമ്മുടെ ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ പാരമ്പര്യം അത് ജീവിതത്തിലൂടെ വരച്ച് കാണിച്ചവരാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ ഭാരതീയർ. അവർക്കിടയിൽ മതപരമായിട്ടുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്നാൽ അടുത്ത കാലത്ത് നമുക്കിടയിൽ വളരെ വ്യാപകമായിട്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഏതെങ്കിലും മതം പറയുന്ന കാര്യങ്ങളെ ഒന്നുമല്ല. അത് അവരുടേതായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം കൊയ്യാൻ വേണ്ടി ഒരു വിഭാഗത്തെ കരുവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ശരിയായ വശം എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വത്തിന് അനിവാര്യമാണ്. അതുകൊണ്ടാണ് അവർ മുസ്ലിം വിഭാഗത്തെ ഒരു പൊതു ശത്രുവായിട്ടും വലിയൊരു വെല്ലുവിളിയായിട്ടും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൂടെ അവർ രക്ഷകരായി ചമയുന്നു. മറ്റു വിഭാഗങ്ങൾ അതാണ് ശരി എന്നുള്ള ധാരണയിൽ അവരുടെ കൂടെ കൂടുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ എല്ലാ വിഷയത്തിലും ജോലി സംബന്ധമാവട്ടെ, നമ്മുടെ ഈ സാമ്പത്തിക വ്യവസ്ഥയാവട്ടെ എല്ലാം വളരെ താഴ്ന്ന നിലയിലാണ് ഉള്ളത്. എന്നിരുന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒരേ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിടുമ്പോൾ, ഒരു പശുവിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൻ്റെ പേരിലൊക്കെ ഇടുമ്പോൾ അത് വലിയൊരു വിഷയമായിട്ട് മാറുകയും അല്ലെങ്കിൽ ഒരു വ്യാജമായിട്ടുള്ള ആക്രമണങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് ഈ വർഗീയ ഫാസിസ്റ്റുകൾ ഇസ്ലാമോഫോബിയ കൊണ്ട് ഇവിടെ നേടിയെടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, എത്രത്തോളം ശരിയുണ്ട് എന്നും ആരും ചിന്തിക്കില്ല. കാരണം അവർ പഠിച്ചു വെച്ചതും അവരുടെ തലച്ചോറിലുള്ളതും ഒരു മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിം എത്ര നന്മ ചെയ്താലും എത്രത്തോളം ഈ നാടിന് വേണ്ടിയിട്ട് സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിലും അതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുന്ന രീതിയിലാണ് ഇവരുടെ പ്രചനങ്ങൾ. നമുക്കറിയാം, നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് മുസ്ലിങ്ങൾ കൊടുത്ത പങ്ക് വളരെ വലുതാണ്. അത്രത്തോളം വ്യാപകമായിട്ട് അത്രത്തോളം വലിയൊരു പങ്ക് മറ്റേതെങ്കിലും വിഭാഗം കൊടുത്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ ധാരാളം ജീവഹാനി നഷ്ടപ്പെട്ടിട്ടുള്ളത് മുസ്ലിങ്ങൾക്കാണ്. അതെല്ലാം ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി നമ്മൾ നിന്നതിൻ്റെ ഒരു ഫലമാണ്. അതൊരിക്കലും ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ ആധിപത്യം ഉറപ്പിക്കാനല്ല. ഇന്ത്യയിൽ വിഭജനം നടന്നപ്പോൾ പോലും ഇന്ത്യ തന്നെയാണ് നമ്മുടെ മാതൃരാജ്യം എന്ന് വിശ്വസിച്ച് ഇവിടെ നിലയുറപ്പിച്ചവരാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ. അവരെയാണ് ഇത്രയും തെറ്റായ രീതിയിൽ ദേശവിരുദ്ധരായിട്ടോ രാജ്യദ്രോഹികളൊക്കെ ആയിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അതായത് എന്തുകൊണ്ടാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമോഫോബിയെ കൊണ്ട് അവരുദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു മതങ്ങളെക്കുറിച്ചാവട്ടെ അതിനെക്കുറിച്ചിട്ട് പറയാൻ നമുക്ക് അർഹതയില്ല എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. ആധികാരികമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ പണ്ഡിതന്മാർ തന്നെയാണ് തീർച്ചയായിട്ടും. എന്നിരുന്നാലും ഇന്ന് സാമൂഹിക ഇടങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർ മനസ്സിലാക്കിയിട്ടുള്ള മതങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ തെറ്റായ ധാരണകളെ തിരുത്താനോ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് സാധാരണ ജനങ്ങളായിട്ട് നമുക്ക് കാണാം. നമുക്കറിയാം, ചരിത്രത്തിൽ ഒരുപാട് കച്ചവടക്കാരിലൂടെ ഇസ്ലാം മതം സ്വീകരിച്ചത് നമുക്കറിയാം. മംഗോളിയർ ഇസ്ലാം മതം സ്വീകരിച്ച, അതായത് 1256 മുതൽ 1267 വരെ അധികാരം നടത്തിയ മംഗോളിയൻ ഭരണാധികാരി ബറാക്ക ഖാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് അദ്ദേഹം ബുഖാറയിൽ നിന്ന് വരുമ്പോൾ ഒരു കച്ചവട സംഘത്തിലെ രണ്ടാളുകളുമായി ബന്ധപ്പെടാണ്
അവരിലൂടെ ഇസ്ലാം മനസ്സിലാക്കാൻ സാധിച്ചതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും അതുപോലെ പറയാനും ഈ ഇടമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇത്രത്തോളം ഇസ്ലാമോഫോബിയ വ്യാപകമാകാൻ ഒരു കാരണം മുസ്ലിങ്ങൾ തന്നെയാണ്. കാരണം അവരുടേതായിട്ടുള്ള നിഷ്ക്രിയത്വം ഇസ്ലാമിനെതിരെയും പരിശുദ്ധ പ്രവാചകൻ്റെ വ്യക്തി ജീവിതത്തെയും വളരെ മോശമായി അവതരിപ്പിക്കുമ്പോഴും തങ്ങൾക്ക് ഇതിലൊരു റോളില്ല എന്നുള്ള രീതിയിലാണ് മുസ്ലിം സമൂഹം നിലകൊള്ളുന്നത്. അത് ഒരിക്കലും ഭൂഷണമല്ല. തനിക്കറിയാവുന്ന കാര്യങ്ങൾ തൻ്റെ സർക്കിളിലുള്ള അല്ലെങ്കിൽ തൻ്റെ പരിസരത്തുള്ള തൻ്റെ കൂടെയുള്ള മുസ്ലിമിന് പരിചയപ്പെടുത്തേണ്ടത് മുസ്ലിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം നല്ലൊരു മുസ്ലിമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം തെറ്റായ രീതിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിൽ നിന്ന് ഒരു നല്ല സന്ദേശം മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാനോ പഠിച്ചെടുക്കാനോ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാം പറയുന്ന ഒരു കാര്യം എന്താണെന്നാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നുള്ളതാണ്. വെറുപ്പിനെ സ്നേഹം കൊണ്ട് നേരിടാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ധാരാളം സഹോദരന്മാർക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയും. ആ രീതിയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമാണ്. അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇത്തരം വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളും ഒക്കെ മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം മുസ്ലിങ്ങൾ തന്നെയാണ്. ഈ അവസരത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, നന്മയും തിന്മയും തുല്യമാവുകയില്ല. തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് തടയുക. അപ്പോൾ നിന്നോട് ശത്രുതയിൽ കഴിയുന്നവർ ആത്മമിത്രത്തെ പോലെയായിത്തീരും. ക്ഷമ പാലിക്കുന്നവർക്കല്ലാതെ ഈ നിലവാരത്തിലെത്താനാവില്ല. മഹാഭാഗ്യവാനല്ലാതെ ഈ പദവി ലഭ്യമല്ല. പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിച്ചാൽ നീ അള്ളാഹുൽ ശരണം തേടുക. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. 41 അധ്യായത്തിൽ 34 മുതൽ 36 വരെയുള്ള സൂക്തങ്ങൾ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ വളരെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. വികാരത്തിന് അടിമപ്പെട്ട് തീവ്രവാദ രീതിയിലേക്ക് പോകുന്നത് ഒരിക്കലും ഗുണമല്ല. ചരിത്രത്തിലുടനീളം മുസ്ലിം സമുദായം വളരെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ക്രിസ്താബ്ദം 13, 14 നൂറ്റാണ്ടുകളിൽ മംഗോളിയരും താർത്താരികളും മുസ്ലിം നാടുകളെ തകർത്ത് തരിപ്പണമാക്കി. ലക്ഷക്കണക്കിന് ആളുകളെ ക്രൂരമായി കൊല്ലപ്പെട്ട 10,000-കണക്കിന് പുരുഷന്മാരുടെ ഭാര്യമാരെയും മക്കളെയും സഹോദരിമാരെയും വെപ്പാട്ടികളാക്കി. എന്നാൽ സമാനതകളില്ലാത്ത ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലും വിശ്വാസദാർഢ്യത്തോടു കൂടിയിട്ട് വളരെ ഉത്തരവാദിത്വം നിർവഹിച്ച ചില പണ്ഡിതന്മാരും പ്രബോധകരും ഉണ്ടായിരുന്നു. അവരുടെ ധീരവും ക്ഷമാപൂർവവുമായ സമീപനമാണ് ചരിത്രത്തിൻ്റെ ഗതി മാറ്റി മറിച്ചത്. അത് തന്നെയാണ് ഈ കാലഘട്ടത്തിലും അനിവാര്യമായിട്ടുള്ളത്. വളരെ സംയോജനത്തോടു കൂടിയിട്ട് കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ യുക്തിഭദ്രമായി വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഒരു മുസ്ലിമും ഈ കാലത്ത് ജീവിക്കാൻ പാടുള്ളൂ. അവൻ്റെ മതജീവിതത്തിലുപരി സാമൂഹിക ജീവിതത്തിലും അവൻ പുലർത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്കിടയിൽ അവനക്ക് തീർച്ചയായിട്ടും ഒരു മതിപ്പുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് വാർത്താ സംവിധാനങ്ങളും ആശയവിനിമയങ്ങളൊക്കെ വളരെ വ്യാപകമായി കൊണ്ട് വളരെ സാധ്യതകളുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി വാർത്താ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നിജസ്ഥിതി പറഞ്ഞു കൊടുക്കുക. ഉത്തരവാദിത്വമുള്ള സമുദായം അത് ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ധർമ്മസമരമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ലോകത്ത് നിലനിൽക്കുന്ന അവസ്ഥ, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന അവസ്ഥ അന്തിമമില്ലെന്ന് മനസ്സിലാക്കുക. ഏത് പാതിരാവിന് ശേഷവും പ്രഭാതമുള്ള പോലെ തന്നെ ഏത് അന്ധകാരത്തിന് ശേഷവും ഒരു വെളിച്ചമുണ്ടാകുക എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അത് തന്നെയാണ് വിശ്വാസികൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഖുർആൻ ഉണർത്തുന്നത്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവെ തുണക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെയും തുണക്കും, നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. അത് നമ്മുടെ കാര്യത്തിൽ സമരം ചെയ്യുന്നവരെ നമ്മുടെ വഴിയിലൂടെ നയിക്കുക തന്നെ ചെയ്യും. സംശയമില്ല, അള്ളാഹു സച്ചിതരോടൊപ്പമാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ധർമ്മസമരം എന്നുള്ളത് ഇത്തരം അനീതിക്കെതിരെയും അധാർമികക്കെതിരെയും അതുപോലെ നാട്ടിൽ നിലനിൽക്കുന്ന വെറുപ്പിനെതിരെയും ഒക്കെ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ പ്രതീക്ഷാപൂർവം കാര്യങ്ങളെ അപഗ്രഥിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിം സമുദായം ഇന്നത്തെ ഈ ഒരു ദുരവസ്ഥയിൽ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. അതിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ ഇറക്കുന്നത്. എന്തായാലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൽ പ്രധാനപ്പെട്ടത് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും ഇസ്ലാമിലെ ഭീകരവാദത്തെക്കുറിച്ചും ഒക്കെയാണ്.
എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. നന്ദി, നമസ്കാരം.